angels, and welcome to our channel Blush with Ash. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ എല്ലാവരും ഈഗർലി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വീഡിയോ ആണ്, ആൻഡ് ദാറ്റ് ഈസ് ചെന്നൈ ഹാൾ. ആൻഡ് എല്ലാവരും മൺഡേ ചെന്നൈ ഹാളിന് വേണ്ടി വെയിറ്റ് ചെയ്തു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നമ്മൾ മൺഡേ അപ്ലോഡിംഗ് ഡേ അല്ലാത്തത് കൊണ്ടാണ് ട്യൂസ്ഡേ ഇടുന്നത്. നമുക്കറിയാം സൺഡേ, ട്യൂസ്ഡേ, തേഴ്സ്ഡേ ആൻഡ് സാറ്റർഡേ ആണ് അപ്ലോഡിംഗ് ഡേയ്സ്. അപ്പോൾ ട്യൂസ്ഡേ ആണെന്ന് അപ്പോൾ നമ്മൾ എല്ലാവരും എക്സൈറ്റഡ് ആണ്. എല്ലാം എന്തൊക്കെയാണ് ആക്സസറീസ് ഒക്കെ അല്ലെങ്കിൽ ചെന്നൈയിൽ നിന്ന് എന്തൊക്കെയാണ് വാങ്ങിയെന്ന് അറിയാൻ വേണ്ടി എല്ലാവരും എക്സൈറ്റഡ് അറിയാം. അപ്പൊ നിങ്ങൾ ഇത്രയും വെയിറ്റ് ചെയ്തത് ഐ ആം റിയലി സോറി. അപ്പൊ വീഡിയോയിലേക്ക് കിടക്കണേ മുന്നേ നമ്മുടെ ബേസിക് അപ്ഡേറ്റ്സ് നോക്കാം. ബേസിക് കമ്മൽ വന്നിട്ട് ഇത് യൂഫോബിയ ബോക്സിന്റെ കൂടെ കിട്ടിയ ഒരു കമ്മലാണ്. പിന്നെ വള വന്നിട്ട് ഞാൻ മൂകാംബികയെന്ന് വാങ്ങിച്ച വളയാണിത്. പിന്നെ വാച്ച് നമ്മളുടെ നോർമൽ ഒരു വാച്ച്. ആൻഡ് ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഞാൻ 2 ലിപ്സ്റ്റിക്ക് മിക്സ് ചെയ്താണ് ഇട്ടേക്കുന്നത്. ഒന്ന് വന്നിട്ട് മോഡ കോസ്മെറ്റിക്സിന്റെ മാറ്റ് സൂപ്പർ മാറ്റ് റേഞ്ചിലുള്ള 113, അതാണ് ഷെയ്ഡിന്റെ പേരില്ല, നമ്പറാണ് 113. പിന്നെ നമ്മളുടെ പേർപ്പിളിന്റെ ലിപ് ക്രയോൺ ഫ്രം ഷെയറിംഗ് ടു കെയറിംഗും രണ്ടും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തതാണ് ഈ ഒരു പെർട്ടിക്കുലർ ലിപ് ഷെയ്ഡ്. അപ്പൊ ഈ മോഡേന്റെ കുറച്ച് ലൈറ്റ് ആണ്, അപ്പൊ ഞാൻ ഇതൊന്ന് ഇട്ട് മിക്സ് ചെയ്തൊരു ന്യൂഡ് കളറാക്കി. സോ അത്രേ ഉള്ളൂ. നെയിൽ പോളിഷ് ഇതും പേർപ്പിളിന്റെ തന്നെയാണ്. ഷെയ്ഡ് വന്നിട്ട് ഹൈ ഓൺ പോയട്രി എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. എനിക്ക് ഈ ഷെയ്ഡ് നല്ല ഇഷ്ടപ്പെട്ടു. ഞാനിത് വേഗം തന്നെ പറഞ്ഞേക്കട്ടെ, അല്ലെങ്കിൽ വീഡിയോയിൽ എന്തായാലും ചോദിക്കും. ഇത് ഹൈ ഓൺ പോയട്രി എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. ആൻഡ് അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇനി ഒത്തിരി സംസാരിച്ച സമയങ്ങളുണ്ട്. ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ. ഞാൻ ഈ കത്തി അടിക്കുന്നില്ല. അപ്പൊ ഇതിൻ്റെ അകത്താണ് നമ്മളുടെ മെയിൻ സാധനങ്ങളായിട്ട് ഉള്ളത്. അപ്പൊ ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ഈ കുഞ്ഞി കവറിൽ എന്താ ഉള്ളത് നമുക്ക് നോക്കാം. ഇത് നിങ്ങൾ എന്തായാലും ബ്ലോഗിൻ്റെ അകത്ത് കണ്ടിട്ടുണ്ടാവും. ഇതൊരു കമ്മലാണ്. ഇത് ഓക്സിഡൈസ്ഡ് കമ്മലാണ്. ഇത് എന്തായാലും നിങ്ങൾ വ്ളോഗ്സിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു പെർട്ടിക്കുലർ കമ്മല്. കണ്ടോ, ഇത് ഞാൻ ടി നഗറിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇത് നല്ല പ്രിട്ടി ആയിട്ടുള്ള കമ്മൽ. ഇത് എന്താ 50 റുപ്പീസ് തന്നെ ഉള്ളൂ ഈ കമ്മലിന്. നല്ല ഭംഗിയാണ്. ഒരു ഡെയിലി വെയർ ടൈപ്പ് ഓഫ് ഒരു കമ്മലാണിത്. ഈ കമ്മൽ ഉരുട്ടി ഞാൻ കാണിച്ചു തരാം. ഇത് ഇത്രേ ഉള്ളൂ. ഈ കമ്മൽ ഒരു ഡെയിലി വെയർ കൈൻഡ് ഓഫ് കമ്മലാണ്. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പൊ ഈ ഒരു പൂവിന്റെ മാതിരത്തെ ഡീറ്റെയിലിംഗ് കണ്ടിട്ടാണ് ഞാനത് വാങ്ങിയത് തന്നെ. എനിക്ക് അതുകൊണ്ട് നല്ല ഇത് ഇഷ്ടമായി. അതുകൊണ്ട് ഞാൻ ഇവിടെ 2 ദിവസം ഈ കമ്മൽ തന്നെ ഇട്ട് നടക്കണമായിരുന്നു. അപ്പൊ അതാണ് നമ്മുടെ ഫസ്റ്റ് കമ്മൽ. ഇത് 50 റുപ്പീസ് ആയുള്ളൂ. പിന്നെ വ്ളോഗിൽ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ഹാള് കാണിക്കുമ്പോഴത്തേക്കും പെർട്ടിക്കുലർ സ്ഥലം ഏതാന്ന് പറയാമോന്ന്. പെർട്ടിക്കുലർ സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മളുടെ ആ ചെന്നൈയിൽ ടി നഗറിലുള്ള ആ ഓവർ ബ്രിഡ്ജിന്റെ താഴത്തുള്ള ആ സ്റ്റോഴ്സില്, അവിടെ കുറെ സ്ട്രീറ്റ് ഷോപ്സില്, അവിടെ നിന്നാണ് വാങ്ങിയത്. ഞാൻ രംഗനാഥൻ സ്ട്രീറ്റിന്റെ അകത്തേക്ക് പോയില്ലായിരുന്നു. ബിക്കോസ് 8 o'clock ഒക്കെ കഴിഞ്ഞ് 8:15 ആയി. അപ്പൊ രംഗനാഥൻ സ്ട്രീറ്റിലേക്ക് പോകാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ ആ ഓവർ ബ്രിഡ്ജിന്റെ താഴത്തും സൈഡ്സിലുമുള്ള കടകളിൽ നിന്ന് മാത്രമാണ് ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചേക്കുന്നത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത് വന്നിട്ട് വേറൊരു ഭയങ്കര പ്രിട്ടി ആയിട്ടുള്ള ഒരു കമ്മലാണ്. ഇത് എന്ത് രസം നോക്കി. ഈ ആനക്കമ്മൽ കാണാൻ വേണ്ടിയത് വേണ്ട 2 ആനകൾ നിങ്ങൾ നിൽക്കുന്ന ടൈപ്പ് ഓഫ് ഒരു കമ്മലാണ്. നല്ല ഭംഗി. ഇതൊരു ഓക്സിഡൈസ്ഡ് ഗോൾഡ് ആണ്. ഇതൊരു മീഡിയം സൈസ് ആണ്, ഭയങ്കര വലുതൊന്നുമല്ല. ഞാൻ വേണമെങ്കിൽ ഒരു കാതിലിട്ട് കാണിച്ചതേ. ഇതൊരു മീഡിയം സൈസ് കമ്മലാണ്. നല്ല പ്രിട്ടി ആയിട്ടുള്ള ഒരു കമ്മലാണ്. ഈ ആനയുടെ ഡീറ്റെയിലിംഗ് തന്നെയാണ് എനിക്ക് ഈ ഒരു കമ്മലിന് ഇത്ര ഇഷ്ടമായത്. ഇത് ആ അക്ക വന്നിട്ട് ഒരു 150 റുപ്പീസ് പറഞ്ഞിട്ട് ഞങ്ങൾ ബാർഗെയിൻ ചെയ്തിട്ട് അവർ 120 തന്നുള്ളൂ. 100 എന്നൊന്നും പറഞ്ഞിട്ടൊന്നും തന്നില്ല. സോ ഇതാണ് 120 ഞാൻ വാങ്ങിച്ച കമ്മൽ. സ്റ്റിൽ ഐ എം വെരി ഹാപ്പി. ബിക്കോസ് അത്ര ടൈനി ഒന്നും അല്ല. നല്ലൊരു സിമ്പിൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ ടൈപ്പ് ഓഫ് ഒരു കമ്മലാണ്. ഓക്കെ, ഇനി ഞാൻ നെക്സ്റ്റ് കാണിക്കാൻ വേണ്ടി കമ്മൽ എനിക്ക് ഭയങ്കര വലിയ സ്റ്റീൽ മാതിരി തോന്നിയ ടൈപ്പ് ഓഫ് ഒരു കമ്മലാണ്. ഇതൊരു പാർട്ടി വെയർ ഇടിവെട്ട് കമ്മലാണ്. ഇത് കണ്ട, ഇതൊരു നല്ല നല്ല ഹെവി ജ്വല്ലറി ആണ്. ഇത് നല്ല അത്യാവശ്യം നല്ല വലിയൊരു കമ്മലാണിത്. ഇത് വന്നിട്ട് 200 റുപ്പീസേ എനിക്ക് ഇതിന് ആയുള്ളൂ. ജസ്റ്റ് 200 റുപ്പീസ്. എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും വില കുറച്ച് ചോദിച്ചിരുന്നെങ്കിൽ ആ അണ്ണനെ എനിക്ക് തന്നേനെ. പക്ഷെ ഇതിലും വില കുറച്ച് ചോദിക്കാൻ എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നിയില്ല. അവിടെ 220 ആണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു എനിക്ക് 200 തരാമെന്ന് വെച്ചപ്പോൾ ആ അണ്ണൻ സമ്മതിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു ഇത്രയും വലിയ കമ്മൽ നമുക്കറിയാം ഇൻസ്റ്റഗ്രാം സ്റ്റോറിലും അല്ലാത്ത സ്റ്റോറിലും എത്ര രൂപ നമ്മൾ കൊടുക്കണമെന്ന് നമുക്ക് ശരിക്കും അറിയാം. സോ 200 രൂപയിൽ കുറവ് ചോദിക്കാൻ എൻ്റെ മനസ്സെന്നെ അനുവദിച്ചില്ല എന്നുള്ളതാണ് സത്യം. സോ ഞാൻ എൻ്റെ ക്ലോസപ്പ് കാണിച്ചു തരാം. കണ്ടോ, ഇത്രയും നല്ല വലിയൊരു ഹെവി പാർട്ടി വെയർ കമ്മലാണ്. ജസ്റ്റ് ഫോർ 200. ആൻഡ് ടോട്ടലി എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന്റെ കളേഴ്സ് പലതുണ്ടായിരുന്നു. ലൈക്ക് പിങ്ക് ഉണ്ടായിരുന്നു, ബ്ലൂ ഉണ്ടായിരുന്നു, ഓറഞ്ച് ഉണ്ടായിരുന്നു. പക്ഷെ പിങ്ക് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിരുന്നു. പക്ഷെ എൻ്റെ കയ്യിൽ ഒരു വലിയ പിങ്ക് ഇതുപോലെയല്ല, ഏകദേശം ഒരു വലിയൊരു പിങ്കിന്റെ കമ്മലുണ്ട്. സോ അത് ഞാൻ എടുത്തില്ല. ഞാൻ അപ്പോൾ ഗ്രീനാണ് എടുത്തത്. എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു. ആൻഡ് 200 ഇതിൽ ഇത്രയും ഇടിവെട്ട് കമ്മൽ ഞാൻ കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആൻഡ് ഐ എം സോ ഹാപ്പി.
പിന്നെ ഞാൻ വാങ്ങിച്ച ഒരു പെയർ ഓഫ് കമ്മൽ വന്നിട്ട് ഏട്ടന്റെ അമ്മയ്ക്ക് വേണ്ടിയുള്ള ഒരു കമ്മലാണ്. ഫോക്കസ് കാരണം ഇത് ഭയങ്കര ഭംഗിയുള്ള ഒരു സിൽവർ സ്റ്റഡാണ്. ഇങ്ങനത്തെ കമ്മലൊക്കെ അമ്മ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല ക്യൂട്ട് ആൻഡ് പ്രിട്ടി ആയിട്ട് തോന്നി എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. ആൻഡ് ഇത്രയേ ഉള്ളൂ. ഇതിനേക്കാളും വലുതൊന്നും അമ്മ ഇടില്ല. കണ്ടോ, ഇത്രയും ചെറുതാണ്. അപ്പൊ ഇത്രയുള്ള സ്റ്റഡ്സ് ഒക്കെ അമ്മ ഇടുള്ളൂ. അപ്പൊ അമ്മയ്ക്ക് ഇത് ഇഷ്ടം. ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തപ്പോ അമ്മയ്ക്ക് നല്ല ഇഷ്ടമായി എന്നാ പറഞ്ഞത്. ഇതിന്റെ തന്നെ റെഡ് ആൻഡ് ഗ്രീൻ ഉണ്ടായിരുന്നു. ആൻഡ് ഗ്രീൻ മാത്രം ഉണ്ടായിരുന്നു, റെഡ് മാത്രം ഉണ്ടായിരുന്നു. എനിക്ക് മോണിക്കും ഈ റെഡ് മാത്രം ഉള്ളതാണ് കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ട് തോന്നിയത്. സോ ഞങ്ങൾ ഇതാണ് എടുത്തത്. ഇനി ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ ടി നഗറിൽ നിന്ന് തന്നെ വാങ്ങിച്ച കുറച്ചല്ല 2 സെറ്റ് വളയാണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ ഈ ബാംഗിൾസും ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ എൻ്റെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ പാറ്റേൺ ഓഫ് വളകൾ എൻ്റെ അടുത്ത് കുറെ ആൾക്കാർ ചോദിച്ചു, ഇത് ഓൺലൈൻ ഷോപ്സ് നിന്നാണോ വാങ്ങിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ അല്ല, ഇത് ഞാൻ വാങ്ങിച്ചത് ടി നഗറിൽ നിന്നാണ് ഞാനിത് വാങ്ങിച്ചത്. ഒരു 4 2 പെയറിന്റെ വളയ്ക്ക് 150 റുപ്പീസേ ആയുള്ളൂ. സോ ഇത് ഞാൻ 2 സെറ്റാണ് വാങ്ങിച്ചത് അമ്മമാർക്ക് കൂടി വേണ്ടി. അപ്പൊ ഇതിന്റെ 2 പേർ അമ്മയ്ക്ക് കൊടുത്തു, അല്ല 1 പേർ അമ്മയ്ക്ക് കൊടുത്തു. ഇനി ഏട്ടൻ്റെ അമ്മയ്ക്ക് വേണ്ടിയുള്ള പേരാണ് ഇവിടെ മാറ്റി വെച്ചേക്കുന്നത്. അപ്പൊ ഇത് വന്നിട്ട് 4 വളയ്ക്ക് 150 റുപ്പീസ്. ഇനി നെക്സ്റ്റ് ഇതുമാതിരി തന്നെ ഒരു പെയർ ഓഫ് ബാംഗിൾസ് ആണ്. ഇതുണ്ട് നമ്മുടെ കോയിൻ മാതിരി കാശിന്റെ വളയില്ലേ, ഇങ്ങനെ കാശ് ഇങ്ങനെ അടുക്കി വെച്ചേക്കണ മാതിരത്തെ വളയാണ്. ഇത് ഓക്സിഡൈസ്ഡ് ഗോൾഡ് ആണ്. കറക്റ്റ് ഗോൾഡ് ലുക്ക് അല്ല, ഇതൊരു ഓക്സിഡൈസ്ഡ് ഗോൾഡൻ ലുക്കാണ്. ഈ വളയ്ക്ക് ഒരു പെയറിന് 100 റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ. ആകെ 100 റുപ്പീസ് ഉള്ളൂ. ഐ തിങ്ക് ഇത് 100 റുപ്പീസ് പറഞ്ഞു. ഞാൻ 100 റുപ്പീസിന് തന്നെ വാങ്ങിയെന്ന് തോന്നുന്നു. ഞാൻ അധികം ബാർഗെയിൻ ചെയ്തില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ഇത് അടിപൊളിയായിരുന്നു. എനിക്ക് ഈ വള ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല പ്രിറ്റി വള. സോ ഹാപ്പി ബിക്കോസ് എൻ്റെ കയ്യിൽ ഞാൻ എപ്പോഴും വീഡിയോസിൽ ഇടുന്ന വളകളൊക്കെ ഞാൻ ടി നഗറിൽ നിന്ന് വാങ്ങിച്ച വളകളാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. എല്ലാം സ്ട്രീറ്റ്സിൽ നിന്ന് വാങ്ങിയ വളകളാണ്. ഇപ്പോഴും നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. സോ വീഡിയോസ് ഇനിയാണ് ഇനി കാണിക്കാൻ പോകുന്ന സാധനങ്ങളാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ബിക്കോസ് ഞാൻ കുറച്ച് മാലയുടെ സെറ്റാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. ആൻഡ് ഞാൻ പല പ്രാവശ്യം ഇവിടെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോയപ്പോഴും ഞാൻ റിൻസിയുടെ കൂടെ വളരെ റീസെന്റ് ഞാൻ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോയപ്പോൾ കൂടി ഞാൻ ചെക്ക് ചെയ്തതാണ് വീഡിയോസിന്. ഇപ്പൊ നമ്മൾ വെഡിങ് ബ്രൈഡൽ മേക്കപ്പ് അല്ലെങ്കിൽ എൻഗേജ്മെന്റ് മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇടാൻ പറ്റിയ കുറച്ച് ഗോൾഡ് പോലെ തോന്നുന്ന ഗോൾഡ് അല്ലാത്ത കുറച്ച് മാലകൾ ഞാൻ ഇങ്ങനെ നോക്കി. പക്ഷെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര വിലയാണ് കേട്ടോ. സ്ട്രീറ്റ്സിൽ ഞാൻ ആകെ കണ്ടത് നിങ്ങൾ മറ്റേ എൻഗേജ്മെന്റ് മേക്കപ്പ് ലുക്കില്ലേ, നമ്മളുടെ 7 days ഓഫ് മേക്കപ്പ് ട്യൂട്ടോറിയൽസിൽ അതെന്തോ 450 റുപ്പീസ് 430 അത് കിട്ടിയത്. അത് സ്റ്റീലാണ്. പക്ഷെ അതുപോലത്തെ ഞാൻ പിന്നെ കണ്ടിട്ടേ ഇല്ല എങ്ങും. അത് ചിക്പേട്ട് നിന്നാണെന്ന് തോന്നണത് ഞാൻ വാങ്ങിച്ചത്. ചിക്പേട്ട് ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് 450 റുപ്പീസിന് അതെന്തോ കിട്ടിയത്. ആൻഡ് ഇനി കാണിക്കാൻ പോകുന്ന മാലകളൊക്കെ ആ ഒരു കാറ്റഗറിയാണ്. പക്ഷെ ഭയങ്കര ലാഭത്തിലാണ് കിട്ടിയത്. സോ ഫസ്റ്റ് വൺ നിങ്ങൾ എല്ലാവരും വീഡിയോസിൽ തന്നെ കണ്ട മാലയാണിത്. ഇത് ഒരു അടിപൊളി പേൾ ഇങ്ങനെ മാല വന്നിട്ട് ഇതിന്റെ വലിയൊരു പെൻഡന്റിന്റെ ഒരു സെറ്റാണിത്. ഇത് കണ്ട, ഇതിന്റെ കൂടെ ഇത്രയും വലിയ കമ്മലും ഉണ്ട്. നിങ്ങൾ ഗെറ്റ് റെഡി വിത്ത് മീൻ്റെ അകത്തും വ്ളോഗ്സിന്റെ അകത്തും കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവല്ലോ ഇത് ഇത്രയും വലുതാണ്. ഇതാണ് ഇതിന്റെ മാല. ഇത്രയും നീളമുണ്ട്. ഞാനിതിപ്പോ ഏറ്റവും ലാസ്റ്റിലാണ് മാല ഇട്ടേക്കണത്. ആൻഡ് ഇതാണ് എൻ്റെ കമ്മല് നല്ല പ്രിട്ടി ആയിട്ടുള്ള ഒരു കമ്മലാണ്. നോക്കിക്കണ്ട, ഇത്രയും വലുതാണ്. ചെറിയ കമ്മലൊന്നും അല്ല. സോ ഈ മാലയും ഈ കമ്മലും എനിക്ക് എനിക്ക് ലോട്ടറി അടിച്ചതാണെന്നുള്ളതാണ് സത്യം. ഇത്രയും ഭയങ്കര ഒരു എലഗന്റ് ലുക്കാണ് നമുക്ക് കൊണ്ടുവരുന്നത് ഈ ഒരു മാലയും കമ്മലും. നല്ല രസമുണ്ട്, നല്ല ക്വാളിറ്റിയാണ്. പിന്നെ 400 റുപ്പീസിന് നമുക്ക് ഇതിൽ കൂടുതൽ എന്ത് കിട്ടാനാണ്? എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര ഹാപ്പിയായി. സോ ഇതാണ് നമ്മുടെ സംഭവം. ഇനി ഞാൻ നെക്സ്റ്റ് കാണിക്കാൻ വേണ്ടി പോകുന്നതും ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചോക്കർ മാതിരത്തെ ഒരു പീസാണ്. അതായത് നല്ല ചോക്കർ മാതിരി ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ ഒട്ടിക്കിടക്കണ മാതിരത്തെ ഒരു പീസാണ്. ഐ തിങ്ക് ഞാൻ ഇട്ട് കാണിക്കാവേ. ഇതിന്റെ ഓരോ ഈ പെൻഡന്റിനകത്ത് ഇങ്ങനെ ദേവിയാണ് ഇരിക്കുന്നത്. കണ്ടോ, ഇതാണ് ഇതിന്റെ ഡീറ്റെയിൽഡ് വ്യൂ. ഈ മാലയുടെ ഇങ്ങനെ ഓരോന്നിൻ്റെ അകത്തും ഓരോ ദേവിമാരാണ് ഇരിക്കുന്നത്. ഇതിന്റെ തന്നെയാണ് കമ്മലും. അപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതാണ് നമ്മളുടെ ടി നഗറിൽ നിന്ന് വാങ്ങിച്ച വേറൊരു
പ്രിട്ടി ആയിട്ടുള്ള ഒരു നെക്ലസ്. ആൻഡ് ഇത് മറ്റേ 5 പെൻഡന്റ് വന്ന മാതിരത്തെ ഒരു മാലയാണ്. ഇത് ചോക്കർ മാതിരിയാണ്, ആദ്യത്തെ മാല മാതിരിക്ക് ഇടാൻ വേണ്ടി പെർഫെക്റ്റ് ആയിട്ടുള്ളതാണ്. ഇത് ഞാൻ പല ആൾക്കാർ ഗോൾഡിന്റെ ഇട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ, ഈ ബ്രൈഡ്സ് ഒക്കെ. അതിന്റെ കൂടെ വരുന്ന ആ സെയിം തന്നെ ഒരു അത്രയും വലുതല്ല, ബട്ട് സ്റ്റിൽ അതുപോലത്തെ ഏകദേശം പാറ്റേൺ വരുന്ന ഒരു കമ്മലാണ് ഇതിന്റെ കൂടെ ഉള്ളത്. സ്റ്റഡ് ആയതുകൊണ്ട് ഞാനത് ഇടാമെന്ന് എനിക്കറിയില്ല, ഞാൻ ഇടാൻ വളരെ ചാൻസ് കുറവാണ്. ഞാൻ ഇതും വല്ല ജുംക്ക അല്ലെങ്കിൽ ആയിരിക്കും മിക്കവാറും ഇടുന്നത്. ആൻഡ് ഇതിന്റെ റേറ്റ് ജസ്റ്റ് 380 rupees ഉള്ളൂ. ഇത്രയും ഭംഗിയുള്ളത് കാണാൻ വേണ്ടി ജസ്റ്റ് 380 rupeesനാണ് എനിക്കിത് കിട്ടിയത്. ആൻഡ് ഇതും നമ്മളുടെ ഓരോ ലുക്സ് ചെയ്യുമ്പോഴത്തേക്കും ഇടാൻ വേണ്ടിയാണ് ഞാനത് ആക്ച്വലി വാങ്ങിയത് തന്നെ. ഇത് ഇത് ഞാൻ പറഞ്ഞ മാതിരി 380 rupees ആയുള്ളൂ ഈ ഒരു മാലയ്ക്ക്. ആൻഡ് ഇതിന്റെ ക്വാളിറ്റി വൈസ് നല്ലതാണ്. പക്ഷെ ഒരേ ഒരു സാധനം, ഇത് ഇവിടെ ഒരു പേൾ ഇല്ലാത്തത് ഞാൻ ശ്രദ്ധിച്ചില്ല. കാരണം ഇവിടെ ഇങ്ങനെ 1 2 3 3 പേളില്ലേ, അപ്പൊ ഇവിടുത്തെ ഒരു പെൻഡിന്റെ അകത്ത് ഇവിടെ ഒരു പേള് ഞാൻ ശ്രദ്ധിച്ചില്ല ഇല്ലാത്തത്. അത് മാത്രമേ ഉള്ളൂ ഇതിനാകെ ഒരു കുറവായിട്ട്. ബാക്കി എല്ലാം നല്ല ക്വാളിറ്റിയാണ്, കാണാൻ നല്ല ഭംഗിയാണ്. അപ്പൊ ഇത് നമ്മുടെ നല്ല ഒരു പട്ടുസാരിയുടെ ഒക്കെ കൂടിയിട്ട് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര എടുപ്പായിരിക്കും ഈ ഒരു പെർട്ടിക്കുലർ മാല. ആൻഡ് കമ്മൽ ഒബ്വിയസ്ലി എനിക്കൊരു ജുംക്ക ഇടുമ്പോഴായിരിക്കും ഭയങ്കര ഭംഗി വരുന്നത്. സ്റ്റഡ് എനിക്ക് തന്നെ ഇഷ്ടമല്ല അത്രയ്ക്ക് ഇടാൻ വേണ്ടി. സോ ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് സാധനം. ഇനി നെക്സ്റ്റ് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരു ഇടിവെട്ട് സെറ്റാണ്. ഇത് ആക്ച്വലി 2 മാലയുടെ സെറ്റ് വിത്ത് കമ്മലാണ്. ആൻഡ് അത് കണ്ടാൽ ചിലപ്പോൾ കണ്ണു കളി പോകുന്നു ഞാൻ പറയാം. ഇല്ല, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. 2 ഒരുപോലത്തെ നെക്ലസസ് ആണ് കാണാൻ. പക്ഷെ ഇത് ഇത്തിരി ചെറുതും ഇത് ഇത് കുറച്ച് വലുതുമാണ്, ലൈക്ക് ലെങ്ത് വൈസ്. ഇത് പിന്നെ കമ്മല്, ടു ബി ഓണസ്റ്റ്, കമ്മൽ അത്ര വലിയ ഭംഗിയൊന്നുമില്ല, ഒരു കുഞ്ഞു ജുംക്കയാണ്. ബട്ട് ഞാൻ ഈ മാലകൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു പെർട്ടിക്കുലർ സെറ്റ് വാങ്ങിച്ചത്. ശരിക്കും ഇതിന്റെ റേറ്റ് വന്നിട്ട് 850 എന്നാണ് ഇതിന്റെ ബാക്കിൽ എഴുതിയേക്കുന്നത്. ഒരേ ഒരു അബദ്ധം പോയത് ഈ ഒരു പെർട്ടിക്കുലർ സെറ്റിലാണ്. ഇത് ഞങ്ങള് ഈ ടി നഗറിലേക്ക് കയറുന്ന ആ സ്ട്രീറ്റിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിച്ച ഒരു കടയല്ല, ഒരു വഴിക്കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു മാല. പക്ഷെ ആ സമയത്ത് എനിക്കൂടെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ആ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും. അപ്പൊ ഞങ്ങൾ 700 തന്നെയാണ് ഇത് വാങ്ങിച്ചത്. സ്റ്റിൽ 700 ലാഭമായിട്ടുണ്ട് കേട്ടോ എനിക്ക് പക്ഷെ തോന്നുന്നത്. 700-നാണ് ഈ ഒരു സെറ്റ് വാങ്ങിച്ചത്. പക്ഷെ നമ്മൾ ഇതൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് അകത്തേക്ക് വേറെ സ്ട്രീറ്റ് ഷോപ്സിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഇത് 550 rupeesന് ഉണ്ടായിരുന്നു. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല്, പക്ഷെ ഇത്രയും ഭംഗിയില്ല. ഇതിനകത്ത് കുറെ പേൾ ഡീറ്റെയിൽസും ഇതിന്റെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഗോൾഡ് ലുക്ക് മാതിരിയുണ്ട് ഈ മാല. ഞാൻ ഇട്ട് കാണിച്ചു തരാം. പക്ഷെ ആ 550-ക്ക് കണ്ട മാല ഇത്രയും വീതി ഇല്ലായിരുന്നു. ഓക്കെ, പിന്നെ ഇങ്ങനെ പേൾ ഡീറ്റെയിൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു ഗോൾഡൻ ലുക്ക് തന്നെയായിരുന്നു. അല്ലാണ്ട് ഇങ്ങനെ പേൾസ് ഒന്നുമില്ല, ഇത്ര റിച്ച് ലുക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ വേണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി തപ്പിയിരുന്നെങ്കിൽ ഈ മാല എനിക്കൊന്ന് 550-ക്ക് കിട്ടിയേനെ. ബട്ട് ഒന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനത്തെ മാല 550 കിട്ടുന്ന അവസ്ഥ 2 എണ്ണം. അപ്പൊ ജസ്റ്റ് ഒന്ന് ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ 2 മാലേൻ്റെ അത് ആദ്യം കിടന്ന മാലയുടെ ലുക്ക്. എനിക്കൊണ്ട് ഈ ഡ്രസ്സിന്റെ കൂടെ ഇട്ടിട്ട് ഇതിനൊരു ഭംഗി അറിയണില്ല. നല്ലൊരു സാരിയൊക്കെ കൂടി സാരി കൊടുത്തിട്ട് ഞാൻ ആക്ച്വലി എടുക്കണമായിരുന്നു ഈ വീഡിയോ എന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് സ്റ്റിൽ ഇത് എത്ര ഭംഗിയാന്ന് നോക്കി കാണാൻ. നമ്മൾ ആദ്യം കാണിച്ച ഈ ഒരു പെർട്ടിക്കുലർ ഇതില്ലേ, ഈ സെറ്റിന്റെ കമ്മലൊക്കെ ഇതിന്റെ കൂടെ ഈസി ആയിട്ട് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് ആദ്യത്തെ മാല. ഇതിന്റെ നീളം ഇത്രയും ഉണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വേണമെങ്കിൽ കയറ്റിയിടാം. ഇത്രയുമാണ് ഇതിന്റെ ഹൈറ്റ്, അല്ല നീളത്തിന്റെ വ്യത്യാസം. എക്സാക്ട്ലി ലൈക്ക് എ ബ്രൈഡൽ നെക്ലസ്. അപ്പോൾ ഇതിന് ഇത്രയും നീളമുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇത് മാത്രമായിട്ട് ഇടാം. അപ്പോൾ കുറച്ച് നമുക്ക് ഇതിന്റെ നീളം അഡ്ജസ്റ്റ് ചെയ്തിടാം കേട്ടോ. അപ്പോൾ ഇതാണ് ഈ മാല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് സത്യം പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ഗോൾഡ് മാതിരിയാണ് തോന്നുന്നത്. ഇത് നമുക്ക് വഴിയിൽ നിന്ന് വാങ്ങിച്ച 700 രൂപയുടെ മാലയുടെ ലുക്കൊന്നുമില്ല, കുറച്ച് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത് കൊണ്ടാ. ഇത്രയും ഭംഗിയാണ്. ഈ റെഡ് ആൻഡ് ഗ്രീൻ ആൻഡ് വൈറ്റ് സ്റ്റോൺസും അതിന്റെ കൂടെ പേൾസും കൂടി വന്നിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് ഈ മാലയ്ക്ക് കാണാൻ വേണ്ടി. അപ്പൊ ഇത്രയും നേരം നിങ്ങൾ കണ്ടത് ഞാൻ വാങ്ങിച്ച കുറച്ച് സാധനങ്ങളാണ്. ഇനി എനിക്ക് കിരണിന്റെ ഫ്രണ്ടിന്റെ വൈഫ് ഉണ്ടല്ലോ മോണി, നിങ്ങൾ ആ വ്ളോഗിലൊക്കെ കാണില്ലേ, എന്റെ കൂടെ ടി നഗറിൽ കൂട്ടുവന്ന ഫ്രണ്ട്. അപ്പോൾ അവൾ എനിക്ക് അവിടെ ചെന്നപ്പോഴത്തേക്കും എനിക്ക് തന്ന ഗിഫ്റ്റാണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോണത്. ഫസ്റ്റ് വൺ വളരെ ക്യൂട്ടായിട്ടുള്ള 2 മിഞ്ചി, ഒരു പെയർ ഓഫ് മിഞ്ചിയാണ് എനിക്ക് അവൾ തന്നത്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. ഒരു ലെയറിങ്ങനെ സിഗ്സാഗ് ആണ്, അതിൻ്റെ അകത്ത് ഒരു ലെയർ വന്നിട്ട് ഗോൾഡ് മാതിരി, പിന്നെ മറ്റേത് റെഡ് സ്റ്റോൺസും ആണ് മിഞ്ചി. നല്ല ക്യൂട്ടാണ് കേട്ടോ. ഇത് ഞാൻ ഇത്രയും നേരം ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഞാൻ എടുത്ത് ഊരി കയ്യിൽ വെച്ചതാണ്. നല്ല ക്യൂട്ടാണ് ഇത് കാണാൻ വേണ്ടി. ഇതെന്താ സിൽവറിൻ്റെ അകത്ത് 1 gram ഗോൾഡ് പ്ലേറ്റഡ് ആണ് ഇത് കാണാൻ. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇത് അവളുടെ ഗിഫ്റ്റ് ആണ്. ആൻഡ് അതുപോലെ തന്നെ വേറെ ഒരു കമ്മല് അവള് ഗിഫ്റ്റ് തന്നു. ആൻഡ് ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജുംക്കയാണ്. കാണിച്ചു തരാം. അവള് തന്ന വേറൊരു കമ്മല്
ലൈക്ക് എന്തൊരു ഭംഗി. ആൻഡ് ഇത് അത്യാവശ്യം കുറച്ച് ഹെവിയാണ്, ഇതിന്റെ വെയിറ്റ് ഉണ്ട് ഇടുമ്പോ തന്നെ. ഇപ്പൊ സാധനം നല്ലതാണ്, എന്താ ഭംഗി നോക്ക്. എനിക്ക് ഓൾറെഡി ഒരു ഗോൾഡിന്റെ ഒരു ജിംകോ ഉണ്ട്, പക്ഷെ ഇതാ എനിക്ക് അതിനേക്കാളും ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് സോ പ്രിറ്റി ആൻഡ് നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. താങ്ക് യു സോ മച്ച് മോണി, ഇതിന് അമേസിങ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഇത് എന്താ ഭംഗി നോക്കി, എന്ത് രസമാണ് നോക്കി കാണാൻ വേണ്ടി. അപ്പൊ ഇതൊക്കെ ഇത് ഗിഫ്റ്റ് ആയതുകൊണ്ട് പ്ലീസ് ഡോണ്ട് ആസ്ക് ദ റേറ്റ്. കുറെ ആൾക്കാർ ഇതുമാതിരി തന്നെ എനിക്ക് മദറിനിലോ മൂക്കുത്തി, ഇതിന്റെ മൂക്കുത്തി കുറെ പേര് ചോദിക്കുന്നുണ്ട്. ഇത് എനിക്ക് എന്റെ മദറിനിലോ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചതാണ്. അപ്പൊ കുറെ ആൾക്കാർ ചോദിച്ചു ചേച്ചി പ്രൈസ് എത്രയാണ്. സോ ഡോണ്ട് ആസ്ക് ദ പ്രൈസ് ഓഫ് ഗിഫ്റ്റിന്റെ പ്രൈസ് നമ്മൾ ചോദിക്കാൻ പാടില്ല, അതൊട്ടും ശരിയല്ല. അതുപോലെ തന്നെ വേറെ ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു പെയർ ഓഫ് ഇയറിംഗ് കൂടി തന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടി, നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. അപ്പൊ ഇങ്ങനെയാണ് ഈ കമ്മൽ ഇരിക്കുന്നത്. നല്ല ക്യൂട്ട് ആൻഡ് പ്രിട്ടി ആണ്. ഇതൊരു പേളിന്റെ മാതിരത്തെ ഒരു കമ്മലാണ്. അപ്പൊ ഇതും എനിക്ക് മോണി ഗിഫ്റ്റ് ആയിട്ട് എന്താണ്, നല്ല ക്യൂട്ടാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. അപ്പൊ ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഞാൻ ആക്ച്വലി ചെന്നൈയിൽ നിന്ന് വാങ്ങിച്ചത്. എനിക്ക് സാരീസ് വാങ്ങണം എന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്കൊട്ടും നടന്നില്ല, ടൈമും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ തിരിച്ചു പറഞ്ഞ വഴി കാഞ്ചീപുരത്ത് ഇറങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും നടന്നൊന്നുമില്ല. പിന്നെ എന്താണ്, പിന്നെ വാവയ്ക്ക് ടോയ്സ് ആണ് വാങ്ങിച്ചത്. വാവയ്ക്ക് എന്ത് വാങ്ങിക്കുമെന്ന് നിങ്ങൾ എന്തായാലും ചോദിക്കുമെന്ന് എനിക്കറിയാം. വാവയ്ക്കിട്ടൊരു കാറ് വാങ്ങി, പിന്നെ വീട്ടിലിടാനുള്ള പാൻറ് വാങ്ങി, അത്രേ ഉള്ളൂ. അങ്ങനെ വേറെ സംഭവങ്ങളൊന്നും അധികം വാങ്ങിച്ചില്ല. ആൻഡ് പിന്നെ എനിക്ക് ഇതിന്റെ ഈ മോണി തന്ന ഗിഫ്റ്റിന്റെ കൂടെ എനിക്ക് ഒരു ലിപ്സ്റ്റിക്കും ഒരു നെയിൽ പോളിഷും കൂടി ഉണ്ടായിരുന്നു. നല്ല പ്രിട്ടി ആയിട്ടുള്ള സാധാരണ ഒരു ഷെയ്ഡ്, നല്ല പിങ്ക് ആയിട്ടുള്ള ഷെയ്ഡ്. അപ്പൊ അത്രയാണ് ഞാൻ ചെന്നൈയിൽ നിന്ന് വാങ്ങിച്ചതും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതുമായിട്ടുള്ള ഐറ്റംസ്. ആൻഡ് പിന്നെന്താണ്, ജ്വല്ലറി ഐറ്റംസ് കേട്ടോ. ഞാൻ ജ്വല്ലറീസ് മാത്രം ആയതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കാണിക്കുന്നത്, വേറെ ഒന്നും ഞാൻ കാണിക്കുന്നില്ല. ആൻഡ് എനിക്ക് വേറെ ഒന്നും ഞാൻ വാങ്ങിയില്ല, എനിക്ക് ഇത്രയും ഞാൻ വാങ്ങിച്ചുള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ. അല്ല, ഇത്രയും ഞാൻ വാങ്ങിച്ചുള്ളൂ. ഞാൻ മെയിൻ ആയിട്ട് ഈ ആക്സസറീസ് ആണ് അവിടെ നിന്ന് വാങ്ങിച്ചത്. ആൻഡ് ഇത്രയും വിലക്കുറവിൽ ഇത്രയും ഭംഗിയുള്ള സാധനം അവിടെ കിട്ടും ഞാൻ ഒരിക്കലും ഓർത്തില്ല. ആക്ച്വലി ഞാൻ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയാണ് പോയത്. എനിക്ക് രംഗനാഥൻ സ്ട്രീറ്റും ടി നഗറും ഒക്കെ ഒന്ന് വ്ളോഗ്സിൽ കാണിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ രാത്രി ആയിപ്പോയതുകൊണ്ട് ഞാൻ ക്യാമറ എടുത്തില്ല. ബിക്കോസ് ഭയങ്കര റഷുള്ള സ്ഥലം ആയതുകൊണ്ട് ഞാൻ ക്യാമറ എടുത്തില്ല. അതുകൊണ്ട് എൻ്റെ ഫോണിന്റെ ക്യാമറ അത്രയ്ക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ടായിരുന്നില്ല. സോ ഞാനത് വ്ളോഗിങ് ക്വിറ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഷോപ്പിങ്ങിലേക്ക് കടന്നു. ആൻഡ് അവിടെ നിന്ന് കിട്ടിയ സാധനത്തിൽ ഐ എം സൂപ്പർ ഹാപ്പി. ആൻഡ് എന്താ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനിയും എനിക്ക് ടി നഗറിൽ പോകണമെന്നുണ്ട്, ബിക്കോസ് എന്ത് ചീപ്പാന്ന് നോക്കിയ സാധനങ്ങൾ. പിന്നെ അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ട്രൈ ഓൺ ജ്വല്ലറി ഹോൾ ഫ്രം ടി നഗർ അല്ലെങ്കിൽ ചെന്നൈ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ then please don't forget to give this video a big thumbs up. നമുക്ക് ഈ ജ്വല്ലറീസ് ഒക്കെ ഇട്ട് ഇനി നമുക്ക് ഓരോരോ വീഡിയോസിലൊക്കെ കാണാം. മേക്കപ്പ് ട്യൂട്ടോറിയൽസ് സത്യം പറഞ്ഞാൽ എനിക്ക് ചെയ്യണം എന്നുണ്ട്, പക്ഷെ എനിക്ക് കോൾഡ് കാരണം കണ്ണ് നിറയൽ കാരണം എനിക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റണില്ല. ബട്ട് സ്റ്റിൽ ഐ ട്രൈ. എനിക്കിത് ഇൻക്ലൂഡ് ചെയ്യാണ്ടെങ്കിൽ എനിക്ക് പുറത്തില്ല. അപ്പോൾ ഇതിലേക്കും ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം തന്നെ താഴത്ത് കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുപ്പുറത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓരോ തവണ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.